കൂട്ടുകാരെ, ഞാനാണ് നിങ്ങളുടെ മാവേലി തമ്പുരാൻ. എല്ലാവരും പൂക്കളിട്ടോ. പൊന്നാണപ്പൂങ്കിളിയേ പൊന്നാരത്തേങ്കുയിലേ പൊൻചിങ്ങക്കാലത്ത് ചെങ്ങാതിമാരത്ത് പൂതുള്ളാൻ വന്നിടുമോ? പൊന്നാണപ്പൂങ്കിളിയേ പൊന്നാരത്തേങ്കുയിലേ പൊന്നാരം പാടത്ത് കുടമുള്ളപ്പൂവേ നീ തേൻ തുള്ളി തന്നിടുമോ? പൊന്നാണക്കിളിയേ പുഴയോരത്തിത്തിരി മണലിൽ കളമൊഴി കളിയാടി വാങ്ങി വയലോലത്തു നാൾ കെട്ടി കൊതി തീരച്ചാഞ്ചാടി വാങ്ങി പൂക്കളമിട്ടു ഞാൻ പൂവിളി കേട്ടു ഞാൻ തിരുവോണപ്പാട്ടിൻ്റെ ഇനത്തിലാടുവാൻ നീ കൂടെ വന്നിടുമോ? പൊന്നാണപ്പൂങ്കിളിയേ പൊന്നാരത്തേങ്കുയിലേ മനകത്താവും മറിഞ്ഞു മണ്ണിൻ മണ്ണും തെളിഞ്ഞു തേന്മാവിൻ താഴെ തണലിൽ തിരുവോണത്തുമ്പി നിറഞ്ഞു പുത്തനെടുത്തു പായസമുണ്ടോ മലയാളക്കരയാകെ മാവേലി മണ്ണിനെ വെറുവേൽക്കുവാനൊരുങ്ങി പൊന്നാണപ്പൂങ്കിളിയേ പൊന്നാരത്തേങ്കുയിലേ പൊൻചിങ്ങക്കാലത്ത് ചെങ്ങാതിമാരത്ത് പൂതുള്ളാൻ വന്നിടുമോ? പൊന്നാണപ്പൂങ്കിളിയേ പൊന്നാരത്തേങ്കുയിലേ പൊന്നാരം പാടത്ത് കുടമുള്ളപ്പൂവേ നീ തേൻ തുള്ളി തന്നിടുമോ? ഹായ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയേ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ ഓണവില്ലിലൂഞ്ഞാലാടും വണ്ണാത്തിക്കിളിയേ നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും പൂവിളിയെ വരവേൽക്കാൻ ചിങ്ങനിലാവും വൃന്ദാവനി തിരുവോണമേ
ചാടി കതിരോലത്തുമ്പി മേലൂയലാടി പാറിപ്പാറക്കും പൈങ്കിളി കുയിലമ്മ കൂട്ടിനു കൂടിയുണ്ടോ ഈണത്തിൽ ശ്രുതി മീറ്റിപ്പാടുന്നുണ്ടോ തിരുവോണ നാളിലെൻ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂ തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നേ പൊന്നാമ്പൽ പുഴയിൽ മുങ്ങിക്കുളിച്ച് പൊന്നോണപ്പുടവ നൂറിഞ്ഞടുത്ത് പൊന്നാമ്പൽ പുഴയിൽ മുങ്ങിക്കുളിച്ച് പൊന്നോണപ്പുടവ നൂറിഞ്ഞടുത്ത് ഒരു വറ്റിപ്പൂവും കൊണ്ടീ വഴി വരുമോ നടുമുറ്റത്തൊരു വട്ടപ്പൂക്കളമെഴുതാം മാവേലി തമ്പ്രാനെ വരവേറ്റിടാം തിരുവോണ നാളിലെൻ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നേ പുന്നാരത്തുമ്പി വന്നേ ഓണം ഓണം പൊന്നോണം രണ്ടാം നാളിതു തിരുവോണം ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടേണം ഓണസദ്യയുണ്ടിട്ട് ഓണക്കളികൾ കളിക്കണം ഓണത്തപ്പാമാവേലി ഞങ്ങളുമുണ്ട് നിന്നൊപ്പം ഞങ്ങളുമുണ്ട് നിന്നൊപ്പം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തുങ്ങാർക്കും മൂട്ടില്ല താനം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കൈതോല പയ വിരിച്ച് പായയിലൊരു തരനള്ളു പൊലിച്ച് കാതുകുത്താൻ എപ്പോ വരും എന്റെ അമ്മാവന്മാരെ പൊന്നേ കാതുകുത്താൻ എപ്പോ വരും എന്റെ അമ്മാവന്മാരെ പൊന്നേ കുന്നത്തങ്ങാടിയിലെ ഷാപ്പിലും കേറി പള്ളനരയോളം കള്ളും കുടിച്ച് അടിയടി എപ്പോ വരും എന്റെ അമ്മമാരെ പൊന്നു അടിയടി എപ്പോ വരും എന്റെ അമ്മമാരെ പൊന്നു കുന്നത്തങ്ങാടിയിലെ ഷാപ്പിലും കേറി പള്ളനരയോളം കള്ളും കുടിച്ച് അടിയടി എപ്പോ വരും എന്റെ അമ്മമാരെ പൊന്നു അടിയടി എപ്പോ വരും എന്റെ അമ്മമാരെ പൊന്നു കൈതോല പയ വിരിച്ച് പായയിലും തരനള്ളു പൊലിച്ച് കാതുകുത്താൻ എപ്പോ വരും എന്റെ അമ്മാവന്മാരെ പൊന്നേ കാതുകുത്താൻ എപ്പോ വരും എന്റെ അമ്മാവന്മാരെ പൊന്നേ കൈതോല പായ വിരിച്ച് പായയിലും തരനള്ളു പൊലിച്ച് കാതുകുത്താൻ എപ്പോ വരും എന്റെ അമ്മാവന്മാരെ പൊന്നേ കാതുകുത്താൻ എപ്പോ വരും എന്റെ അമ്മാവന്മാരെ പൊന്നേ താങ്ക് യു. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലായും
ചെന്തേങ്ങാനിറമില്ലേലും ചെണ്ടമര കണ്ണില്ലേലും മുല്ലമൊട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മൂടിയില്ലേലും നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നെ കെട്ടാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം. കൂരയാണേ മെഞ്ഞതില്ല കൂരയിടവും പൊതിച്ചില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നെ കെട്ടാൻ വരുന്നവർക്ക് പൊന്നു വേണം പണവും വേണം. കൂരയാണേ മെഞ്ഞതില്ല കൂരയിടവും പൊതിച്ചില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കെട്ടാൻ വരുന്നവർക്ക് പൊന്നു വേണ്ട പണവും വേണ്ട. ദൂരെ നിന്നും ആണൊരുത്തൻ നിന്നെ കെട്ടാൻ വരും ഇവിടെ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തക തെയ്യം താര. ആമയാണ്ട പോണ്ടോരു നമ്പ്യാർമാരെ തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. ആമയാണ്ട പോണ്ടോരു നമ്പ്യാർമാർ തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. ആമയാണ്ട പോയാലോ എന്തോക്കിട്ടും തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. ആമയാണ്ട പോയാലോ മനെ കിട്ടും തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. ആമയാണ്ട പോയൊരു നമ്പ്യാർമാര് ഓ കൊട്ടറേ ഒരു മാനെ കണ്ടേ തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. ആമയാണ്ട പോണ്ടോരു നമ്പ്യാർമാരോ കൊട്ടറിയേ നല്ലൊരു മാനെ കണ്ടേ തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. കൊട്ടറിയേ കണ്ടോരു പുള്ളിമാനെ തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. ആ പുള്ളിമാൻ തുള്ളി കളി തുടങ്ങി തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. അങ്ങനെ അങ്ങനെയുള്ളൊരു പുള്ളിമാനെ തൊക്കുനീറച്ച് വെടിയും വെച്ച് തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തെയ്യം തോം തെയ്യം തകർ തെയ്യം താര. അങ്ങനെ അങ്ങനെയുള്ളൊരു പുള്ളിമാനെ തൊക്കുനീറച്ച് വെടിയും വെച്ച് തെയ്യം തോം തെയ്യം തകർ തെയ്യം താര തെയ്യം തോം തെയ്യം തകർ തെയ്യം താര. അങ്ങനെ അങ്ങനെയുള്ളൊരു പുള്ളിമാനെ തൊക്കുനീറച്ച് വെടിയും വെച്ച് തെയ്യം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര തക തക തെയ്യാം തോം തെയ്യം തകർ തെയ്യം താര. താങ്ക് യു. അസ്സലാമലൈക്കും. എല്ലാവർക്കും ഓണാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പായസമാണ്. എനിക്കൊക്കെ അങ്ങനെ, നിങ്ങൾക്കും അങ്ങനെയല്ലേ? അപ്പൊ നമുക്കിന്നൊരു വെറൈറ്റി പായസം ഉണ്ടാക്കിയാലോ? അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം.
അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് ആൻഡ് സേമിയ പായസമാണ്. അപ്പൊ അതിന് ആവശ്യമായിട്ടുള്ളത് എന്താന്ന് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ സേമിയ. അത് ഞാനിവിടെ എടുത്തിട്ടുള്ള തിന്നായ സേമിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ സേമിയ എടുക്കാം. പിന്നെ പാലാണ്, പിന്നെ പഞ്ചസാര. അത് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂടുതൽ വേണ്ടവർക്ക് കൂടുതലും കുറവ് വേണ്ടവർക്ക് കുറവ് കൊടുക്കാം. പിന്നെ ഏലക്കായ പൊടിച്ചത്, പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും പിന്നെ കുറച്ച് കാഷ്യൂനട്ടും. അപ്പം ഇനി എങ്ങനെ നമുക്ക് പായസം ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു പാത്രം ഗ്യാസുമ്മ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കാം. അപ്പം നമുക്ക് പഞ്ചസാര ആദ്യം ഈ പാനിലിട്ടിട്ട് കാരമലൈസ് ചെയ്യാം. അപ്പൊ ഇതാ പഞ്ചസാര ചെറുതായിട്ട് ഉരുക്കി തുടങ്ങി. ഇപ്പൊ ഒരു വിധമൊക്കെ ഫുള്ളായിട്ട് ഉരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറേശ്ശായിട്ട് പാലൊഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പാല് തളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലില് ക്യാരറ്റ് കിടന്ന് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ക്യാരറ്റ് ഒക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലോട്ട് സേമിയ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ സേമിയ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതാണ്. അപ്പൊ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമ്മുടെ കാഷ്യൂം നെയ്യും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഫസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പിടാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സൊക്കെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പൊ നമുക്കിതൊരു ഗ്ലാസ്സൊക്കെ ഒഴിക്കാം. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. എല്ലാവർക്കും ഹാപ്പി ഓണം. അസ്സലാമലൈക്കും. ഓണമൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ മിക്സഡ് ഫുഡ് പായസമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതിലേക്ക് കിടക്കാം. പായസം ഉണ്ടാക്കാൻ എപ്പോഴും ബെസ്റ്റ് ഉള്ളിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിനു ശേഷം കുറച്ച് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം ഇളക്കിക്കൊണ്ട് പൈനാപ്പിൾ ചൂടായ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ആട ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം.
നമുക്കിതിലേക്ക് മധുരമിട്ട് തിളപ്പിച്ചൊരു പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളക്കണ വരെ നമുക്ക് അത് വെയിറ്റ് ചെയ്യാം. പൂവേ പുലി പൂവേ പുലി പൂവേ 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 പുലി പൂവേ പുലി പൂവേ പൂവേ. ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ കോടിയെടുത്തല്ലോ പുള്ളി ചാടി മറിഞ്ഞല്ലോ. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കുറുകിയെടുക്കാം. ഇനി ടേസ്റ്റിനും സ്മെല്ലിനുമായിട്ട് കുറച്ച് ഏലക്കായ കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുതിർത്ത് അടച്ചു വെച്ച 3 അത്തിപ്പഴം ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് ഉടച്ചു വെച്ച പഴം ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാം. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഇത് റസ്ലി ദഹാനാണ്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. വെരി സൂപ്പർ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി സ്പെഷ്യൽ മിക്സ്ഡ് പായസമാണ്. ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണം, എങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കൂട്ടുകാരെ? ആവശ്യമുള്ള ചേരുവകൾ: 1 കപ്പ് പാൽ, 3 സ്പൂൺ നെയ്യ്, ഏലക്കയും പഞ്ചസാരയും കൂടി അടിച്ചെടുത്തത്, ഉപ്പ്, പഞ്ചസാര, മിൽക്ക് മെയ്ഡ്, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴവും കുരു കളഞ്ഞത് 5 എണ്ണം, പാലും കൂട്ടി അടിച്ചെടുത്തത്, ക്യാരറ്റ് ഗ്രേസ് ചെയ്തത്, സേമിയം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പായസം ഉണ്ടാക്കാലോ. ഫസ്റ്റ് നമുക്ക് സ്റ്റവ് ഒന്ന് ഉണക്കാം. ഇനി നമുക്ക് നമ്മളെ പാന് ഇവിടേക്ക് വെച്ച് വെക്കണം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നെയ്യാണ് ഇടുന്നത്. ഞാൻ 1 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ചട്ടി അത്യാവശ്യത്തിന് ചൂടായി. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത 1 കപ്പ് ക്യാരറ്റ് മൊത്തം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ മതി നമുക്കിത്. നമ്മുടെ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ തന്നെയാണ് ക്യാരറ്റ്. ഇതിൽ വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ B1, വിറ്റാമിൻ B2, വിറ്റാമിൻ C,
ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് കുറെ, പറഞ്ഞാൽ ഇനിയും ഉണ്ട് കുറെ. നമ്മൾ ഈ നെയ്യിന്റെ ഈ ക്യാരറ്റ് ഇട്ട് നല്ല ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇത് നല്ല മണം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെ നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ മാറ്റി വെക്കാൻ പോവുകയാണ്. നമ്മുടെ പാത്രം നമ്മൾ ഇത് നല്ലപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ സൈഡിലൊക്കെയാണ്. ഇനി നമ്മൾ ഒരു ഇത്തിരി നെയ്യ് നമ്മൾ മുമ്പേ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്യ് വെച്ചേക്കാം. ഇവിടെ പാനെല്ലാം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് സേമിയം നമുക്കിടാം. ഇത് നമുക്ക് മിക്സ് ആക്കാം. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്നിങ്ങനെ വറുത്തെടുക്കാം. ഇതുപോലത്തെ ഒരു ചട്ടി നമ്മൾ നേരത്തെ വെച്ചെടുത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഇത് നേരത്തെ മാറ്റിച്ച പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. അത് നല്ല തിളച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ നെയ്യിൽ പൊരിച്ചെടുത്ത ആ ഒരു ഇത് ക്യാരറ്റ് ഇതിലേക്ക് ഇടും. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മള് നേരത്തെ ഇതേപോലെ വറുത്ത് വെച്ചൊരു സേമിയം ഇതിലേക്ക് ഇടാം. നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി നമ്മള് ഒരു ലേശം പഞ്ചസാര ഇടാം. നമ്മൾ നേരത്തെ എടുത്തുവെച്ച ഇത്തിരി പഞ്ചസാര ഇടാം. ഇതിനൊന്ന് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചേർക്കേണ്ടത് ഇതാണ്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് പാലും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പൊ ഇത് നമുക്ക് മൊത്തം ആഡ് ചെയ്യാം. ഇനി നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളുടെ ഈ ബൗൾ മാറ്റിച്ച് നമ്മൾ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ല മണം കിട്ടും. പിന്നെ ഈ സൈഡ് എടുത്തിട്ട് നമ്മൾ വടിച്ചെടുക്കണം. അങ്ങനത്തെ ഒരു പണി കൂടിയുള്ളൂ. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാനില് അത് നമ്മൾ ഇപ്പോഴത്തെ കത്തിക്കാൻ പോകും. നമ്മളെ പാൻ ഇതേ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്യ് മതിയാവും കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചാണ്. ഇനി ഇതേ നമ്മുടെ മുന്തിരിയും നമ്മുടെ അണ്ടിപ്പരിപ്പാട്ടോ ഫസ്റ്റിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് നമ്മൾ അത്യാവശ്യം മിക്സ് ആക്കണം. അപ്പൊ നമ്മൾ ഈ ഒരു ഇതാണ്ടോ ഇത് നമ്മൾ മൂടി വെച്ചത് കേട്ടോ. ഒന്ന് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഉണക്കമുന്തിരി ഇടാൻ പോകും. നെയ്യ് ഒരു അല്പം കൂടി വേണ്ടി വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഒരു സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് വെക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, സിമ്മിലിടണം, അതിൽ കരിഞ്ഞു പോകും. ഇതൊക്കെ നമ്മൾ ഒരു സൈഡ് നെയ്യിലോട്ട് നോക്കി ഇനി മറ്റേ തോന്നണേ നമ്മൾ ഇത് അതിലേക്ക് ഇടാൻ പോകട്ടോ. ഇതൊന്നും നല്ല പോയിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കണം. അപ്പൊ തന്നെ ഇത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് കാണുമ്പോൾ നല്ല രസം കിട്ടോ. അപ്പൊ നമ്മുടെ ഹെൽത്തി മിക്സ്ഡ് പായസം റെഡിയായി. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ഹെൽത്തി മിക്സ് പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കി വെക്കാട്ടോ. നല്ല ടേസ്റ്റ് ആണ് സത്യം. നമസ്കാരം, ഞാൻ ലിയ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് 1 ലിറ്റർ പാല് വേണം, കിസ്മിസ് വേണം, പിന്നെ കാഷ്നട്ട് വേണം, പിന്നെ ഗീ, പിന്നെ ഷുഗർ, പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാലട പ്രഥമൻ്റെ മിക്സ് വേണം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാനായിട്ട് 3 സ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം.
അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്തെടുത്ത് നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്കതും വറുത്ത് ഇത് ബൗളിലേക്ക് കോരെടുക്കാം. 1 ലിറ്റർ പാൽ നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലട പായസം നമുക്ക് നന്നായിട്ട് പിങ്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് എന്താ പറയുക ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. പഞ്ചസാര കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി പാലട മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാം. 15 മിനിറ്റ് നമുക്ക് ഈ പാലട ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ പാലട ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാലട ഒന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരാം. ആ ടൈമിൽ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹരം തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. അപ്പം നമുക്കിതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പാലട ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേരുവായിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വറുത്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ